ജനനം മുതൽ, ഒരു കുഞ്ഞ് ജനിക്കുന്ന അന്ന് മുതൽ, അത് നമ്മൾ ഓരോരുത്തരെടുത്താലും ആരെ എടുത്താലും അന്ന് മുതൽ, ആ നിമിഷം മുതൽ, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്തുമുണ്ട്, അമ്മയുടെ വയറ്റിൽ ജന്മമെടുക്കുന്ന രൂപമെടുക്കുന്ന സമയം മുതൽ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ആ സമയം മുതൽ മരണവും കൂടെയുണ്ട്. ചിലപ്പോൾ അമ്മയുടെ വയറ്റിൽ വെച്ച് മരിച്ചേക്കാം, ജീവഹാനി വരാം, അല്ലെങ്കിൽ പുറത്തു വന്ന നിമിഷം മുതൽ എത്ര വർഷം വരെ ജീവിച്ചിരുന്നാലും അത്രയും വർഷം നിഴൽ പോലെ കൂടെ ഉള്ളതാണ് മരണം. അപ്പൊ അങ്ങനെ മരണം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നാളെ ജീവിക്കാം എന്ന് കരുതരുത്. ഇന്നലകൾ കൈകളിൽ നിന്ന് പോയി, ഇന്നലകൾ ഇന്ന് നമ്മുടെ കൈവശമില്ല. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. നദികളിലെ ജലം ഒഴുകുന്നത് പോലെയാണ്. ഒരിക്കൽ താഴേക്ക് ഒഴുകുന്ന വെള്ളം വീണ്ടും മുകളിലേക്ക് വന്ന് ഒഴുകാറില്ല. ഒരു നദിയിലൂടെ ഒരു വെള്ളം ഒരു പ്രാവശ്യമേ ഒഴുകൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്രിമമായ ആരെങ്കിലും ടാങ്കിൽ അടിച്ച് മുകളിൽ കൊണ്ടുപോയി പമ്പ് വെച്ച് താഴെ കൊണ്ടുവരണം, അല്ലാതെ സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലകളെക്കുറിച്ച്, കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നല്ലതായാലും ചീത്തയായാലും ആലോചിച്ചിരുന്ന് സമയം കളയരുത്. അതേസമയം അതിൽ നല്ല അനുഭവങ്ങൾ എടുത്തോളൂ, നല്ല പാഠങ്ങൾ എടുക്കൂ. തെറ്റായ മോശമായ എന്തെങ്കിലും കാര്യം കിട്ടെങ്കിൽ ആ അനുഭവങ്ങളാക്കി മനസ്സിലാക്കി അതിൽ നിന്ന് ലെസണുകൾ, പാഠങ്ങൾ എടുത്തോളൂ. നാളെയെക്കുറിച്ചും വല്ലാതെ അഭിരമിച്ച് സമയം കളയരുത്. നാളേക്ക് നിക്ഷേപങ്ങൾ വേണം, നാളേക്ക് കരുതൽ വേണം, എല്ലാം വേണം. പക്ഷെ ജീവിക്കേണ്ടത് ഇന്നാണ്, ഇപ്പോഴാണ്. ഈ ഓരോ നിമിഷവുമാണ് നാം ജീവിക്കേണ്ടത്. ഓരോ നിമിഷത്തെയും ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാൻ, ഓരോ നിമിഷത്തെയും സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ, അത് ശരീരത്തിനാവശ്യമായ സന്തോഷം കൊടുക്കാൻ, ശരീരത്തിനാവശ്യമായ വിശ്രമം കൊടുക്കാൻ, ശരീരത്തിനാവശ്യമായ ആനന്ദം കൊടുക്കാൻ, മനസ്സിനാവശ്യമായ സന്തോഷം കൊടുക്കാൻ, മനസ്സിനാവശ്യമായ ആനന്ദം കൊടുക്കാൻ, ജീവനാവശ്യമായ പുണ്യം കൊടുക്കാൻ വളരെ കൃത്യമായി നമ്മൾ ഇടപെടണം. അപ്പോൾ ഓരോ നിമിഷവും എങ്ങനെ മനോഹരമാക്കാം. ഇപ്പോൾ ജീവിക്കുക. ഇന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാലും ഒരു ഗ്യാപ്പ് കിട്ടും നമുക്ക്, അത് പറ്റില്ല. ഇപ്പോൾ ജീവിക്കുക, ഓരോ നിമിഷവും ജീവിക്കുക, കൃത്യമായി കർമ്മനിരതമാവുക. ഓരോ നിമിഷവും നാം കർമ്മനിരതരാകുമ്പോൾ തീർച്ചയായും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നവരാകും. ഇഷ്ടപ്പെട്ട പാഷനോടുകൂടി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നന്നായി നാം ചെയ്യുക. അത് അപരന് ദോഷമാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അങ്ങനെ അപരന് ദോഷമാകുമ്പോൾ അപരൻ നമ്മളാണെന്നും ഞാനാണെന്നും അവർ ചെയ്യുന്ന ദോഷപ്രവർത്തികൾ എന്നെയും നമ്മളെയും ബാധിക്കുമെന്നും തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളിലൂടെ ഇന്നിൽ ജീവിക്കുക, ഇപ്പോൾ ജീവിക്കുക, ഈ നിമിഷം ആസ്വദിക്കുക, ആനന്ദിക്കുക. ഓരോ നിമിഷവും നമുക്കുള്ളതാണ്. അടുത്ത നിമിഷം നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ.